എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. രാജ്യമെമ്പാടുമുള്ള ചെറുകിട കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക സഹായ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ഈ പദ്ധതിയുടെ 20ാമത്തെ ഗഡുവിൻ്റെ വിതരണത്തിൻ്റെ കാലയളവ് ഈ മാസം ഏപ്രിൽ 1-ാം തീയതി മുതൽ സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ തുടങ്ങിയ 4 മാസത്തിൽ നമുക്ക് 20ാമത്തെ ഗഡുവിൻ്റെ വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്തും 25 ലക്ഷത്തിനടുത്ത് വരുന്ന കർഷകർക്ക് ലഭിക്കുന്ന ഈ സൗജന്യ സഹായം 2000 രൂപയുടെ വിതരണത്തെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപയുടെ 19ാമത്തെ ഗഡുവിൻ്റെ വിതരണം ചെയ്തപ്പോൾ നമുക്ക് എല്ലാവർക്കും 38,000 രൂപയോളം നാളിതുവരെ ലഭിച്ചു കഴിഞ്ഞു. ഇനി അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത്തെ ഗഡുവിൻ്റെ വിതരണം ഏപ്രിൽ മാസമോ മെയ് മാസമോ ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയിലെ പദ്ധതിയിലെ അംഗങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ എന്ന രീതിയിൽ ഒരു ലോൺ പദ്ധതി കൂടി നടപ്പിലാക്കുന്നുണ്ട്. ഏപ്രിൽ മാസം മുതൽ പുതിയ നിരക്ക് പരമാവധി 5 ലക്ഷം രൂപ വരെ നമുക്ക് ലഭിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഇതിൽ നമുക്ക് പലിശ സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളുമുണ്ട്. ഇനി ഈടില്ലാതെ നമുക്ക് വായ്പ ലഭിക്കുന്ന 1,60,000 രൂപയാണ് വായ്പയായിട്ട് ലഭിച്ചിരുന്നത്. ഇത് 2 ലക്ഷം രൂപയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് കൃഷിസ്ഥലം ഉണ്ട് എങ്കിൽ നമുക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 5 ലക്ഷം രൂപയുടെ വായ്പയാണ് നമുക്ക് ലഭിക്കുന്ന രീതിയിലാണ് പുനഃക്രമീകരണം വരുത്തിയിട്ടുള്ളത്. കിസാൻ സമ്മാൻ നിധിയിലെ കർഷകർക്ക് ലഭിക്കുന്ന ഇത്തരം പദ്ധതികൾ കണ്ടില്ല എന്ന് നടിക്കരുത്. നമ്മുടെ സമീപത്തുള്ള യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയൊക്കെ നമുക്കിതിലേക്ക് പ്രധാനമായിട്ടും അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. കർഷകരെ സംബന്ധിച്ച് അവരുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട് രേഖകൾ അതിൻ്റെ കോപ്പി കൃത്യമായിട്ടും സമർപ്പിക്കേണ്ടതാണ്. ബാധ്യതാ സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ സ്കെച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രധാന രേഖകളായിട്ട് കണക്കാക്കുന്നത്. ഇത് ഹാജരാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഈ ലോൺ സാങ്ഷനാകാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാകുന്നതാണ്. മറ്റു ലോണുകൾ മേൽ വായ്പ ഉള്ളവർക്കും അതുപോലെ തന്നെ സിബിൽ സ്കോറിൽ പോരായ്മകൾ ഉള്ളവർക്കും ഈ പദ്ധതി ആനുകൂല്യം ലഭിക്കുന്നതല്ല. ബാക്കിയുള്ളവർക്കെല്ലാം ഈ ആനുകൂല്യങ്ങൾ സുഗമമായിട്ട് ലഭിക്കുന്നതാണ്. കിസാൻ സമ്മാൻ നിധിയിലെ കർഷകർക്കും അതോടൊപ്പം തന്നെ കൃഷി ചെയ്യുന്ന മറ്റ് കർഷകർക്കും KCC ലോണ് ലഭിക്കുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ അംഗങ്ങൾക്ക് ഒറ്റത്തവണ ഇലക്ട്രോണിക് KYC ഒക്കെ ചെയ്തവരായിരിക്കും. അങ്ങനെയുള്ളവർക്കാണിപ്പോൾ ഈ ധനസഹായം ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിംഗ് പോലുള്ള കാര്യങ്ങൾ ഉണ്ട്. അതൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തടസ്സവും കൂടാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ധനസഹായങ്ങൾ എത്തിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് യാതൊരു ക്രമീകരണവും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ സംസ്ഥാനത്തെ കതിർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടി വികസിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ വീഡിയോയിലൂടെ അറിയിച്ചിരുന്നതാണ്. സംസ്ഥാനത്തെ കർഷകർക്ക് അത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ഉണ്ട് എങ്കിലും ഇല്ല എങ്കിൽ നമുക്ക് കൃഷിഭൂമി ഉണ്ടായിരിക്കും. നമുക്ക് കൃഷിഭൂമി ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാരിൻ്റെ സാമ്പത്തിക സഹായങ്ങൾ, സബ്സിഡി സ്കീമുകൾ, അതോടൊപ്പം തന്നെ വിള ഇൻഷുറൻസ് പോലുള്ള വിവിധ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്തി നിൽക്കുന്നവർക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ കതിർ ആപ്പിൽ നമുക്ക് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടതാണ്. ഇവിടെ നമുക്കൊരു കർഷക ID ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായിട്ടും സർക്കാർ അറിയിച്ചിരുന്നതാണ്. അതിനുള്ള സംവിധാനങ്ങൾ ഓൺലൈൻ വഴി ഒരുക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വഴിയും കതിർ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്തും ഇത് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. കൃഷിഭൂമിയുമായി ബന്ധപ്പെടുത്തിയുള്ള രേഖകൾ, കർഷകൻ്റെ ഡീറ്റെയിൽസ്, ആധാർ, ബാങ്ക് അക്കൗണ്ട്, കർഷകൻ്റെ ഫോട്ടോ, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളാണ് ഇതിനു വേണ്ടി ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ കതിർ ആപ്ലിക്കേഷൻ കൂടി കർഷകരെല്ലാവരും രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. ഈ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ്. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.